രാധമ്മ പറഞ്ഞിട്ട് ഞാനൊരു മുഹൂർത്തം നോക്കിയതല്ലേ, പിന്നെന്താ അത് മാറ്റാൻ കാരണം? അതെ, ഈ ചെറുക്കന്റെ ബന്ധുക്കൾ ഒരാളെ ചായ കിടക്കാൻ ഇപ്പൊ ഐസിയില്ല. അത് നിന്റെ പിന്നെ പറയാം. ജോത്സരെ, ആ ബന്ധുവാണ് ചത്തുപോയാലേ ചെറുക്കനെ പോലെ ഉണ്ടാവും. അങ്ങനെ കല്യാണം നീണ്ടുപോകും. കല്യാണമേ അങ്ങനെ നീളാൻ പാടില്ല. അതാ നാളെ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാൻ ജോത്സരെ വിളിപ്പിച്ചത്. നാളെ നല്ല മുഹൂർത്തമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറയല്ലേ ജോത്സരെ. ഈ കുട്ടിയുടെ അല്ലേ കല്യാണം? അതെ. നാളെ അത്ര നല്ല ദിവസമല്ല. ഒരു മംഗളകാര്യത്തിനുള്ള മുഹൂർത്തം ഒന്നും കാണുന്നില്ല. അങ്ങനെ പറയില്ല ജോത്സരെ. എങ്ങനെയെങ്കിലും ഒരു മുഹൂർത്തം ഒപ്പിച്ചെന്നേ പറ്റൂ. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനാ. കിട്ടി. കൃത്യം 5 മിനിറ്റ് നേരത്തേക്ക് ആ മുഹൂർത്തമുള്ളൂ. ആ സമയത്ത് തന്നെ താലികെട്ട് നടന്നിരിക്കണം. അത് ഞങ്ങൾ നടത്തിയിരിക്കും ജോത്സരെ. നാളെ രാവിലെ 11നും 11:05 ഇടയ്ക്കുള്ള മുഹൂർത്തം കുറിച്ചോട്ടെ. കുറിച്ചു ജോത്സരെ. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോട് മുമ്പൊരിക്കൽ ചോദിച്ച പോലെ ഞാൻ പ്രസവിച്ച് കൂലിയുടെ കണക്ക് പറയുന്നൊന്നുമല്ല. പൊക്കിൾക്കൊടി മുറിച്ചു കഴിഞ്ഞ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾക്ക് വലിയ വിലയില്ലെന്നും എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ എന്റെ ശത്രുവാ. കാരണം ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് അങ്ങേര് കരുതുക. കരുതിക്കോട്ടെ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. അതിന് നിങ്ങള് കുറ്റക്കാരുമല്ല. കാരണം ഞാൻ ജീവിച്ചത് അങ്ങേരോടൊപ്പം. ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി ബുദ്ധിമുട്ടും സഹിച്ചാ ജീവിച്ചതും നിങ്ങളെ 3 പേരെ പെറ്റു വളർത്തിയതും. ഇല്ലായ്മയും വല്ലായ്മയും നിങ്ങളെ അറിയിക്കാതെ തന്നെയാ വളർത്തിയതും. പലപ്പോഴും പച്ച വെള്ളം കുടിച്ച് പിശപ്പടക്കിയിട്ടുണ്ട്. സാരി മുറുക്കി കുത്തി നടന്നിട്ടുണ്ട്.
ഒരു കാര്യത്തിനും പരാതിയോ പരിഭവമോ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അച്ഛനോട് വഴക്കിട്ടിട്ടില്ല. ഒരു തരി പൊന്നിന് വേണ്ടിയോ എന്തിന് ഒരു ബ്ലൗസ് പീസ് വാങ്ങി തരാൻ പോലും ഞാൻ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അങ്ങേർക്ക് വാങ്ങി തരാനും കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടില് ഒരു തരി പറ്റില്ലാത്ത കഞ്ഞിക്കലം എന്റെ മക്കൾ ആരും കണ്ടിട്ടില്ല. ഞാനിതുവരെ ആരെ അറിയിച്ചിട്ടുമില്ല. അത് ഞാനൊരമ്മയും ഒരാളുടെ ഭാര്യ ആയതുകൊണ്ട്. അതാകണ ഒരു കുടുംബിനിയെന്ന് ഞാൻ കരുതി. അങ്ങനെ മക്കളെയും ഭർത്താവിനെയും സ്നേഹിച്ച് ജീവിച്ചൊരു സ്ത്രീയാ ഞാൻ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യമുള്ളത് കൊണ്ട്.